സയൻസ് വേൾഡ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗ്നോമെട്രിക് ഇക്വേഷനെ പറ്റിയല്ല, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ 10ാം ക്ലാസ്സിൽ ധാരാളം A+ എല്ലാം മേടിച്ച് +1 വന്നപ്പോൾ +1 ടീച്ചർ മാത്സിൽ ടീച്ചർ വന്നിട്ട് ആദ്യം തന്നെ എടുത്ത ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. അതിൻ്റെ ഉള്ളിൽ 100 കൂട്ടം ഇക്വേഷൻസും അതിന്റെ ഡെറിവേഷനും കണ്ട് തലയ്ക്ക് ഭ്രാന്തി പിടിച്ച് ഈ സാധനം തന്നെ ഒഴിവാക്കി സെക്കൻഡ് ഇയറിലേക്ക് വന്നപ്പോഴാണ് ഇതാ വരുന്നു തലതിരിഞ്ഞ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. പക്ഷെ നിങ്ങൾ +1 കണ്ട അത്രയും വലിയ ബുദ്ധിമുട്ട് പിടിച്ച പാടല്ല തലതിരിഞ്ഞ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇത് കുറച്ചും കൂടി സിമ്പിളാണ്. പക്ഷെ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറച്ചൊക്കെ ഇക്വേഷൻസ് നമുക്ക് സെക്കൻഡ് ഇയറിൽ ആവശ്യമാണ്. പക്ഷെ അന്നൊക്കെ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണേലും പഠിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണേലും പഠിച്ചു പോയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പം ഈ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യം തരാനുള്ള ടിപ്പ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്, വേണ്ടപ്പെട്ട ഇക്വേഷൻസ് ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് ഈ ചാപ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ പേപ്പർ നോക്കിയിട്ട് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക. അതായത് ഇക്വേഷൻസ് കാണാപ്പാഠം പഠിക്കാതെ ഇക്വേഷൻസ് നോക്കിയിട്ട് അത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. പഠിച്ചോളൂ. സ്ഥിരമായിട്ട് ധാരാളം പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ തനിയെ പഠിച്ചോളൂ. പരീക്ഷ വരാൻ വേണ്ടിയിട്ട് ഇനിയും ധാരാളം സമയമുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇതെന്തായാലും പഠിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഫിസിക്സ് പഠിക്കുമ്പോഴും ഈ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിന്റെ ആവശ്യം വരും. മാത്സിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ മാത്രമല്ല പല ചാപ്റ്ററിലും ഇത് തന്നെ ആവശ്യം വരും. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഇത് റീകോൾ ചെയ്യപ്പെടുന്ന കാരണം നിങ്ങൾ തനിയെ ഇത് പഠിക്കും. അപ്പൊ നിങ്ങൾ ആകെ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ എഫേർട്ട് ഇട്ടാൽ മതി. അതൊരു വെള്ള പേപ്പറിൽ ഈ വേണ്ടപ്പെട്ട ഇക്വേഷൻസ് മാത്രം എഴുതിയെടുത്ത് സൂക്ഷിക്കാന്നുള്ളതാണ്. ഈ വേണ്ടപ്പെട്ട ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന സാധനം മുഴുവനെ ഇക്വേഷൻ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പേപ്പറിൽ എഴുതി വെക്കുന്ന പരിപാടിയല്ല ഈ ഞാൻ പറഞ്ഞ ഇക്വേഷൻസ് എഴുതി സൂക്ഷിക്കാന്ന് പറഞ്ഞ പരിപാടി. പിന്നെ ഇത്തരം ഇക്വേഷൻസ് എഴുതി സൂക്ഷിച്ചാലും അത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ധാരാളമായിട്ട് സോൾവ് ചെയ്ത് നോക്കണം. ഇക്വേഷൻ കാണാൻ പഠിക്കണ്ട, പക്ഷെ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുന്ന രീതി പഠിക്കണം. ചെയ്ത് പഠിക്കണം. പതിയെ ഇമ്പ്രൂവ് ആയിക്കോളും, യാതൊരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ട് അത് ഇവിടെ തന്നെ തുടങ്ങാം. ഓക്കെ, കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഉദാഹരണമായിട്ട് sin 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു sin 30 ഡിഗ്രി ഈക്വൽ ടു എന്താണ്? ഈ സാധനമൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വാല്യൂസ് ആണ്. 30, 60, 45, 90 ഇത്തരം വാല്യൂന്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആയിരിക്കും. അത് സൈനിന്റെ മാത്രമല്ല എല്ലാ ഫംഗ്ഷൻസും പഠിച്ചിരിക്കണം. പഠിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. sin 30 ഈസ് ഈക്വൽ ടു 1/2 ആണ്. എന്നാൽ ഇക്കൊല്ലം നിങ്ങൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈനിനെ ഇവിടെ നിർത്തിച്ച് സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. എന്താണ് ഇത്? 30 ഇവിടെ നിർത്തുക, സൈൻ ഇവിടെ എടുക്കുക, എന്നിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കുന്ന സാധനം അപ്പുറത്ത് ചെല്ലുമ്പോൾ ഡിവിഷൻ ചെയ്യും, അഡീഷൻ ചെയ്യുന്ന സാധനം സമത്തിന്റെ അപ്പുറത്ത് ചെല്ലുമ്പോൾ സബ്സ്ട്രാക്ഷൻ ചെയ്യും എന്നൊക്കെ നമ്മൾ ഈ മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ സൈനിനെ എടുത്തിട്ട് നിങ്ങൾ അപ്പുറത്തേക്ക് കൊണ്ടുവയ്ക്കുക. അപ്പൊ ഇവിടെ ആര് മാത്രവും ഈ 30 ഡിഗ്രി എന്നുള്ള ആംഗിൾ മാത്രവും സമത്തിന്റെ ഒരു സൈഡിൽ ഓൾറെഡി 1/2 ഉണ്ട്. അതുകൂടാതെ സൈനും അപ്പുറത്തോട്ട് ചെയ്യുന്നുണ്ട്. സൈൻ സമത്തിന്റെ അപ്പുറത്ത് ചെല്ലുമ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്നാവും. ഓക്കെ, അപ്പൊ ഈ പരിപാടിയാണ് നിങ്ങൾ ഈ കൊല്ലം പഠിക്കുന്നത്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. നോക്കുക, ഇതെങ്ങനെ വായിക്കണം എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. വായിക്കുക എന്നുള്ളത് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് വായിക്കുന്ന കാര്യമല്ല ഞാൻ വായിക്കാൻ പറഞ്ഞത്. സൈനിന്റെ ഉള്ളിൽ ഇത് വായിക്കേണ്ടത്, ഇത് മീൻ ചെയ്യുന്നത് സൈനിന്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 1/2 കിട്ടുന്നത് ആ ആംഗിളാണ് എഴുതേണ്ടത്. ഉദാഹരണമായിട്ട് വേറെ കാണിച്ചാൽ സൈൻ ഇൻവേഴ്സ് √3/2 സമം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? സൈൻ ഇൻവേഴ്സ് √3/2 എന്നാണ് അല്ല. ഓക്കെ, സൈനിന്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് √3/2 വാല്യൂ വരുന്നത്, ഈ രീതിയിലാണ് നമ്മൾ വായിക്കേണ്ടത്. ഓക്കെ, സൈനിന്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് √3/2 വാല്യൂ ആയിട്ട് വരുന്നത്? ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ്? sin 60 = √3/2, sin 60 = cos 30 = √3/2. ഓക്കെ, അപ്പോൾ ആംഗിൾ നമുക്ക് കിട്ടി, അത് 60 ഡിഗ്രിയാണ് ആംഗിൾ. ഈ പറഞ്ഞ പരിപാടിയാണ് നമ്മൾ ഇക്കൊല്ലം പഠിക്കുന്നത്. അപ്പോൾ ഇക്കൊല്ലം നമ്മൾ പഠിക്കുന്ന ഇത് കാര്യം ഇതാണ്. ഇത് ബേസിക് ഐഡിയ ആണ്. ഇത് ജസ്റ്റ് മനസ്സിൽ വെക്കുക. അതിനു മുമ്പായിട്ട് ഇത്തരം വാല്യൂസിന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി തരാം. അതായത് ഈ 1/2, √3/2, 1/√2 ഇത്തരം വാല്യൂസ് അറിയണ്ടേ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ബോർഡിൻ്റെ ഈ മൂലയ്ക്ക് ഞാൻ എഴുതി വെക്കാം, എന്നിട്ട് അത് നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങളിത് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ സൈഡിൽ വെള്ള പേപ്പർ ഉണ്ട്, ഞാൻ ചെയ്യാൻ നേരത്തെ എൻ്റെ സൈഡിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ നോക്കുക. അപ്പോൾ നമ്മൾ സൈനിൻ്റെ വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വാല്യൂസ് എഴുതാൻ നേരത്ത് 30, 60, 45, 0, 90 ആ ഒരു ക്രമത്തിലാണ് എഴുതുന്നത്. 30, 60, 90 എന്നുള്ള ക്രമത്തിൽ. ഓക്കെ, സൈനിന്റെ വാല്യൂസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ആറ് വാല്യൂയാണ് എഴുതുന്നത് കോസിന്റെ 30ക്ക് തുല്യമായിരിക്കും സൈനിലുള്ള 60 അല്ലേ? കാരണം അത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 90 ആംഗിൾ വരുന്നതാണ്. ഓക്കെ, അപ്പം cos 30 is equal to sin 60 equal to √3 divided by 2. ഓക്കെ, നമുക്ക് കൊടുക്കാം. ബാക്കി തന്നെ കൊടുക്കാം അല്ലേ? √3 divided by 2. ഓക്കെ, അടുത്തത് cos 60 equal to sin 30 equal to 1/2. ഓക്കെ, 1 divided by 2. അടുത്തത് കോസിന്റെ 45ഉം സൈൻ്റെ 45ഉം ഈക്വലാണ്. കാരണം 45 കൂട്ടി 90 കിട്ടും. ഓക്കെ, അത് 1 divided by √2. പിന്നെ കോസിന്റെ 0യും സൈൻ്റെ 90യും ഈക്വലാണ്. അത് 1 ആണ് ആൻസർ. 0നോട് 90 കൂട്ടിയാൽ 90 കിട്ടും. ഓക്കെ, അടുത്തത് cos 90യും sin 0യും ഈക്വൽ ടു 0 ആണ്. കാരണം അത് തമ്മിൽ കൂട്ടിയാൽ 90 ആൻസർ കിട്ടും. ഓക്കെ, ഈ 90 കിട്ടുന്നതിന്റെ കണക്കെന്നാന്ന് മനസ്സിലായില്ലേ? ഈ കോസിലെ ആംഗിളും സൈൻ്റെ ആംഗിളും കൂടി കൂട്ടുമ്പോൾ 90 കിട്ടുവാണെങ്കിൽ ആ രണ്ട് ആംഗിളിന്റെ വാല്യൂസ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ടാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ്റെ വാല്യൂനെ കോസിന്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1/2നെ √3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 2 കട്ടായി പോകും. പിന്നെ 1/√3 നിങ്ങൾ ആൻസർ വരും. 1/√3 1 divided by √3. അടുത്ത് നോക്കുക. √3/2നെ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? √3 മേളിൽ വരും. ഓക്കെ, 2 2 ക്യാൻസൽ ആയി പോകും. പിന്നെ ഉള്ളത് 1/√2നെ 1/√2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ tan 45 കിട്ടും, ഈക്വൽ ടു 1. പിന്നെ അടുത്തത് നമ്മൾ 0നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ മീനിങ് എന്താ? 0 divided by 1. ഇതിന്റെ മീനിങ് എന്താണ്? ഇതെങ്ങനെ വായിക്കുന്നത്? 0യ്ക്കുള്ളിൽ എത്ര 1 ഉണ്ട്? 0യ്ക്കുള്ളിൽ എത്ര 1 ഉണ്ട്? ഒരു 1 പോലും കയറില്ല 0യ്ക്കുള്ളിൽ. 0 തീരെ ചെറിയ വാല്യൂ ആണ്. ചെറിയ വാല്യൂ ഒന്നുമില്ല, വാല്യൂ ഇല്ല 0യ്ക്ക്. അപ്പൊ അതിന്റെ മീനിങ് 0. അടുത്തത് 1 divided by 0 അല്ലെ? 1 divided by 0 tan 90. 1ന്റെ ഉള്ളിൽ എത്ര 0 ഉണ്ട്? 1ന്റെ ഉള്ളിൽ എത്ര 0 ഉണ്ടെന്ന്, എത്ര 0കൾ കൂട്ടിയാൽ 1 കിട്ടുമെന്ന്. എത്ര കുറേ 0കൾ, 0 + 0 + 0 + അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് 0 ഏതെങ്കിലും ഒരു 1 കൂട്ടി കഴിഞ്ഞാൽ 1 തന്നെ കിട്ടും. അപ്പൊ ഇതിന്റെ വാല്യൂ 1ൽ എത്ര 0 ഉണ്ട് അല്ലെ? ഇതിങ്ങനെ തന്നെയല്ലേ നിങ്ങൾ വായിക്കുന്നത്? ഇപ്പം 15 divided by 3 ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ വായിക്കുന്നത്? 15 divided by 3 ആണോ വായിക്കുന്നത്? ഉറപ്പായിട്ടല്ലോ. 15ന്റെ ഉള്ളിൽ എത്ര 3കൾ ഉണ്ട്? എത്ര 3 ഉണ്ട്? 5 3. 1ന്റെ ഉള്ളിൽ എത്ര 0 ഉണ്ട്? ഇൻഫിനിറ്റ് ടൈംസ്. അപ്പൊ ഇതിന്റെ വാല്യൂ ഇൻഫിനിറ്റി എന്നായിരിക്കും. എന്താണ്? ഇൻഫിനിറ്റി. 1 divided by 0 അല്ല, 0 divided by 1 ഇൻഫിനിറ്റി അല്ല. 0ത്തിനുള്ളിൽ എത്ര 1 ഉണ്ട്? ഒരു 1 പോലും ഇല്ല, 0. 1ന്റെ ഉള്ളിൽ എത്ര 0 ഉണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ്. അത് കാരണമാണ് അവിടെ ഇൻഫിനിറ്റി വന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് വായിക്കാൻ വേണ്ടി പഠിക്കുക. 15 divided by 3 നല്ല വായിക്കുന്നത്, 15ന്റെ ഉള്ളിൽ എത്ര 3 ഉണ്ടെന്നാണ് വായിക്കുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ cos ഇൻവേഴ്സ് √3/2. ഇതെങ്ങനെ വായിക്കാം? കോസിന്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് √3/2 ആൻസർ ആയിട്ട് വരുന്നത്? √3/2 ആൻസർ ആയിട്ട് വരുന്നത്. sin 60 equal to cos 30 equal to √3/2 അല്ലെ? cos 30 √3/2. അപ്പൊ ആംഗിൾ ഇവിടെ എത്ര കൊടുക്കും? 30 ആംഗിൾ. അതിന്റെ റേഡിയൻ എത്രയാണ്? 30 ഡിഗ്രി എന്നല്ലേ? 30 ഡിഗ്രി എന്നല്ലേ? അപ്പം π എത്ര എഴുതും? 3 അല്ലേ? അപ്പൊ 3 - 6. അപ്പൊ ഇവിടുത്തെ ആൻസർ നമ്മൾ എന്ത് കൊടുക്കും? π divided by 6 എന്നുള്ള ആൻസർ കൊടുക്കും. ഓക്കെ, π divided by 6. അടുത്തത് sin ഇൻവേഴ്സ് 1/√2. സൈനിന്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 1/2 കിട്ടുന്നത്, 1/√2 കിട്ടുന്നത്? അതാണ് വായിക്കേണ്ടത്. സൈനിന്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 1/√2 കിട്ടുന്നത്? 45 ആംഗിൾ. 45 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് π divided by 4. ഓക്കെ, π divided by 4. അടുത്തത് sin ഇൻവേഴ്സ് -1/2.
ഈ -1/2 ഇതിനുള്ളിൽ എവിടെ എഴുതിയിട്ടില്ല, ഇതിനുള്ളിൽ എഴുതിയിരിക്കുന്ന എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്തെ ചെറിയ ഡിഫറൻസ് ഉണ്ട്, അത് നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പോൾ സൈനിന്റെ ഉള്ളിൽ സൈനിന്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് -1/2 കിട്ടുന്നതാണ് നമ്മൾ വായിക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് 1/2 കിട്ടുന്ന കാര്യത്തെ പറ്റി അറിയാം. അപ്പോൾ സൈനിന്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 1/2 കിട്ടുന്നതെന്ന് ആലോചിക്കുക. അത് ഏത് ആംഗിളാണ്? 30 ഡിഗ്രിയാണ്. 30 എന്ന് പറയുമ്പോൾ 5/6 കൊടുക്കുമ്പോഴാണ് നമുക്ക് 1/2 കിട്ടുന്നത്. ഓക്കെ, ഇതറിയാം. പക്ഷെ നമുക്ക് -1/2 ആണ് വേണ്ടത്. നമ്മളൊരു പണി ചെയ്യുക, ഇവിടെ -1/2 എഴുതുക. സമത്തിന്റെ ഒരു സൈഡ് നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇപ്പുറത്തെ സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ 1/2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അല്ല, -1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -sin 5/6 എന്ന് വരും. -sin 5/6 വരും. ഓക്കെ, ഓൾറെഡി നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇക്വേഷൻ ഇടയ്ക്കിടയ്ക്ക് റീകോൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ചാപ്റ്റർ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ ഞാൻ എഴുതി തരാം. സൈനിന്റെ ഉള്ളിലെ തീറ്റയ്ക്ക് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ആ നെഗറ്റീവിനെ എടുത്ത് പുറത്തിടാം. നെഗറ്റീവ് സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. അതായത് സൈനിന്റെ ഉള്ളിലെ തീറ്റയ്ക്ക് നമ്മൾ നെഗറ്റീവ് കൊടുത്താൽ ആ നെഗറ്റീവിനെടുത്ത് പുറത്തെഴുതാൻ പറ്റുമെന്ന്. പക്ഷെ ഇതേ സാധനം തന്നെ കോസിനൊന്ന് ചെയ്ത് നോക്കാം. കോസ് നെഗറ്റീവ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ആ നെഗറ്റീവിനെ വിഴുങ്ങിക്കളയും. അത് വെറും കോസ് തീറ്റയായിട്ട് മാത്രം അവശേഷിക്കും. ഉള്ളിലത്തെ നെഗറ്റീവിനെ കോസ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. അത് കോസ് തീറ്റയ്ക്ക് തന്നെ ഈക്വൽ ആയിരിക്കും. സൈൻ ആണെങ്കിലും ടാൻ ആണെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പൊ നിലവിൽ നമുക്ക് -sin 5/6 ഉണ്ട്. ഈ മൈനസ് പുറത്തുണ്ടെങ്കിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ ഉള്ളിൽ കയറ്റി എഴുതാം. പുറത്ത് നിൽക്കുന്ന ആളെ ഉള്ളിൽ വിളിച്ചിരുത്തും. ഉള്ളിലുള്ള ആളെ പുറത്തോട്ട് വിടില്ല, അവിടെ നിന്ന് തന്നെ അവശേഷിപ്പിച്ച് തീർത്ത് കളയും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ നിലവിൽ -1 പുറത്തുണ്ട്. അതിനെ ഉള്ളിലോട്ട് വേണമെങ്കിലും നമുക്ക് എഴുതാം. അതാണ് ഇതിന്റെ മീനിങ്. ഇവിടെ ഇങ്ങോട്ടേക്കാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചത്. ഇവിടെ നിന്ന് ഇപ്പുറത്തേക്കല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഞാൻ ഇക്വേഷൻ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? sin -5/6 സമം -1/2. ഇപ്പൊ നമ്മൾ ഇത് വായിച്ചു, ഇതായി അല്ല, ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയി. സൈനിന്റെ ഉള്ളിൽ -1/2 കിട്ടണമെങ്കിൽ ഏത് ആംഗിൾ കൊടുക്കണം? സൈനിന്റെ ഉള്ളിൽ -1/2 കിട്ടാൻ -5/6 എന്നുള്ള ആംഗിൾ കൊടുക്കണം. അപ്പൊ നമുക്ക് ആൻസർ ആയി -5/6. ശരിയല്ലേ? ഇതിലുള്ളൂ. അപ്പൊ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യേണ്ട രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചും കൂടി പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നേരെ പതിയെ അത് എളുപ്പമായി വന്നോളൂ. ഓക്കെ, നമുക്ക് പുതിയ 2 ക്വസ്റ്റ്യൻ കൂടി കിട്ടിയിട്ടുണ്ട്. കൊസീക് ഇൻവേഴ്സ് -√2. മൈനസ് ഉണ്ട്, പ്രശ്നമാണ്. കൊസീക് ഉണ്ട്, വേറൊരു പ്രശ്നമാണ്. പേടിക്കണ്ട, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കൊസീക് എന്നുള്ളത് ഏതിന്റെ തലതിരിച്ചതാണ്, ഏതിന്റെ റെസിപ്രോക്കലാണ്? സൈനിനെ തലതിരിച്ചാൽ കൊസീക്, കോസിനെ തിരിച്ചാൽ സീക്ക്. അപ്പോൾ കൊസീക് എന്നുള്ളത്, അപ്പോൾ ഈ സൈനിന്റെ വാല്യൂസ് അറിയാമെങ്കിൽ കൊസീക്കിന്റെ വാല്യൂ എളുപ്പമാണ്. അപ്പോൾ സൈനിന്റെ വാല്യൂസിനെല്ലാം തലതിരിച്ചിടുക. അപ്പോൾ സൈനിന്റെ വാല്യൂസ് നമുക്ക് ഓൾറെഡി അറിയാം. 1/2 √3/2 പിന്നെ 1/√2 ഇങ്ങനെയല്ല ഉള്ള ഈ വാല്യൂസിനെല്ലാം തലതിരിച്ചാൽ കഴിയാൽ മതി. ഇതിപ്പോൾ നമ്മൾ സൈനിന്റെ വാല്യൂസ് എഴുതിയത് 30, 60, 45ന്റെ വാല്യൂസ് എഴുതിയത്. ഇതിനെല്ലാം തലതിരിച്ചാൽ എഴുതുക. അപ്പോൾ 2/1 2, 2/√3 പിന്നെ √2/1 അത് √2. അപ്പോൾ കൊസീക്കിന്റെ വാല്യൂസ് ആയി. അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. കൊസീക്കിന്റെ വാല്യൂസ് അറിയാമോ എന്ന പ്രശ്നം നമ്മൾ പരിഹരിച്ചു. കാരണം നമുക്ക് സൈനിന്റെ വാല്യൂസ് അറിയാം. 1/2 √3/2 1/√2 അതിലെല്ലാം തലതിരിച്ചു. അപ്പോൾ കൊസീക്കിന്റെ വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തു. ഇനി കൊസീക്കിൽ √2 വരുന്നത്, കൊസീക്കിൽ -√2 ആണ് വേണ്ടത്. അത് അറിയത്തില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് √2 എന്റെ പ്രശ്നം സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ കൊസീക്കിൽ √2 വരുന്നത് ആംഗിൾ 45 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം. മനസ്സിലായി? കൊസീക്ക് 45 എന്ന് പറഞ്ഞാൽ 5/4. കൊസീക്ക് 5/4ന്റെ വാല്യൂ √2 ആണ് എന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് വേണ്ടത് √2 അല്ല, -√2 ആണ്. ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? കൊസീക്കിന്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് -√2 എന്ന വാല്യൂ വരുന്നത്, അതാണ് വായിക്കേണ്ടത്. ആ ഏത് ആംഗിൾ എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ട് എഴുതുന്നത്. ഓക്കെ, ആ വായിക്കുന്ന കാര്യം മറന്നു പോയത്. കൃത്യമായിട്ട് വായിക്കാൻ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കുക. അപ്പൊ കൊസീക്കിന്റെ ഉള്ളിൽ 5/4 കൊടുത്താൽ √2 ആണ് കിട്ടുന്നത്. നമുക്ക് പക്ഷെ -√2 ആണ് വേണ്ടത്. രണ്ടിടത്ത് മൈനസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -cosec -√2. ഓക്കെ,
നമുക്ക് മൈനസ് പുറത്തു വന്നാൽ ഉള്ളോട്ട് കയറ്റണോ വേണ്ടോ എന്നുള്ള കാര്യം സൈനിന്റെ കോസിന്റെ ടാൻ്റെ അറിയാം. എന്നാൽ പിന്നെ അതേപോലെ തന്നെ ആയിരിക്കും അതിന്റെ റെസിപ്രോക്കലിന്റെ സ്വഭാവം. സൈൻ എങ്ങനെയാണ്? ഉള്ളിലേക്ക് എടുക്കോ എടുക്കാതിരിക്കോ? സൈൻ ആദിത്യ മര്യാദയുള്ളവനാണ്. പുറത്തൊരാൾ വന്നാൽ അവരെ വിളിച്ച് ഉള്ളോട്ട് കയറ്റിയിരുത്തും. അപ്പോൾ സൈനിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൊസീക്ക് ആണെങ്കിലും അതേ സ്വഭാവം തന്നെ കാണിക്കും. സൈനിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്ക് ആണെങ്കിലും അതേ സ്വഭാവം കാണിക്കും. അപ്പം നമ്മളിത് എഴുതുന്നത് കൊസീക്ക് -π/4 -π/4 സമം -√2 ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടി കൊസീക്കിന്റെ ഉള്ളിൽ -π/4 എന്ന് പറഞ്ഞ ആംഗിൾ കൊടുക്കുമ്പോഴാണ് -√2 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ ചോദ്യം അത് തന്നെയായിരുന്നു. കൊസീക്കിന്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് -√2 കിട്ടുന്നത്? അത് -π/4 ആണ്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി -π/4. ഓക്കെ, സീക്ക് ഇൻവേഴ്സ് 2/√3 ആണ്. ഓക്കെ, സീക്കിനെയും കൊസീക്കിനെയും കൂട്ടുകാരെന്ന് കാണിച്ച് നമ്മളെ പഠിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? സീക്ക് എന്നുള്ളത് നമുക്കറിയാം കോസിനെ തലയിരിച്ചിരുന്നതാണ്. ആണ് ചെയ്യുക. ഈ നെഗറ്റീവ് കാണിച്ചിട്ട് പഠിപ്പിക്കുന്ന പരിപാടി തീർന്നില്ലേ? ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? സൈൻ ആണെങ്കിൽ സൈനിന്റെ പുറത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആദ്യത്തെ മര്യാദയുള്ള സൈൻ അതിനെ വിളിച്ച് ഉള്ളിലോട്ടിരുത്തും. ഉള്ളിലുണ്ടെങ്കിൽ അവനെ വിളിച്ച് പുറത്തിരുത്തും. അതിലേ ഉള്ളൂ. അപ്പോൾ കോസിന് ആ പ്രശ്നമില്ല. ഉള്ളിലാരുള്ള വെച്ചാൽ പുറത്തോട്ട് വിടില്ല. അങ്ങനെ വെച്ചിട്ട് നമ്മൾ നെഗറ്റീവിന്റെ പ്രശ്നം സോൾവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല. സീക്കല്ലേ? നോക്കാം. ആദ്യം കോസിന്റെ അങ്ങ് എഴുതി കൊടുക്കാം. കോസിന്റെ ആംഗിൾസ് അല്ല, ആംഗിൾ 30, 60, 45 എന്നുള്ള ക്രമത്തിലാണ് എഴുതാൻ. അപ്പം ആദ്യം √3/2 √3/2. രണ്ടാമത്തത് 60 ആകുമ്പോൾ 1/2. അടുത്ത 45 ആകുമ്പോൾ 1/√2. ഇത് കിട്ടി. ഇത് കോസിന്റെ എഴുതി. ഇനിയിപ്പോൾ സീക്കിന്റെ എഴുതണം. സീക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽസ് എഴുതുക. 2/√3 1/2ന്റെ 2/1 2 തന്നെ. അടുത്തത് √2/1 √2 തന്നെ. അപ്പോൾ നമുക്ക് സീക്കിന്റെ കിട്ടി. ഓക്കെ, ഇനി 2/√3 ആണ് വേണ്ടത്. 2/√3. അത് ആംഗിൾ നമുക്ക് എത്രയാണെന്ന് അറിയാം. ആംഗിൾ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് സീക്കിന്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 2/√3 കിട്ടുന്നതെന്നാണ് വായിക്കുന്നത്. ഓക്കെ, ആംഗിൾ നമുക്ക് മനസ്സിലായി. അത് 30 ഡിഗ്രിയാണ് ആംഗിൾ. ഓക്കെ, 30 ഡിഗ്രി. അപ്പം 5/3 എന്ന് എഴുതുമോ 6 എന്ന് എഴുതുമോ? 3 കണ്ടു കഴിഞ്ഞാൽ 6 എഴുതണം. 6 കണ്ടാൽ 3 എഴുതണം. എന്ന് പറഞ്ഞാൽ 60 വരുമ്പോൾ 3 എഴുതണം. 30 വരുമ്പോൾ 6 എഴുതണം. ഓക്കെ, അപ്പോൾ ആംഗിൾ കിട്ടി 5/6. 5/6. വളരെ എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടിയില്ലേ? സീക്ക് കൊസീക്ക് കോട്ട് വന്നുള്ള പ്രശ്നം മാറി കിട്ടി. പിന്നെ ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ രണ്ടറ്റത്തും നെഗറ്റീവ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ കണക്കിയിട്ട് രണ്ടറ്റത്തും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. പിന്നീട് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അത് മനസ്സിലായി. ഇനി അടുത്തത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓൾറെഡി ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനെ പറ്റി പഠിപ്പിക്കണം. ഈ ആംഗിളുകളൊക്കെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമായിട്ട് തോന്നാതിരുന്നത്. അത് അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാതിരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ ആ പ്രശ്നം വരും. ആ പ്രശ്നത്തിന് വേണ്ടി നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് പഠിക്കും. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ പ്രശ്നം പതിയെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും പേടിക്കണ്ട. കീപ് കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കോട്ട് ഇൻവേഴ്സ് -1/√3. ഓക്കെ, കോട്ടിനെ കാണിച്ചാലും നമ്മൾ പേടിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കോട്ടിന്റെ കാര്യം നമുക്ക് ടാന്റെ വാല്യൂസ് അറിയാം. അപ്പോൾ 30, 60, 45 ഒന്ന് എഴുതാം. 1/√3 √3 1 30, 60, 45. നമുക്ക് വേണ്ടത് കോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പയ്യെ തന്നെ തലതിരിക്കുക. റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ √3/1 √3 ഇൻവേഴ്സ് 1/√3 1ന്റെ ഇൻവേഴ്സ് അറിയാവോ? 1/1 = 1. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് കോട്ടിന്റെ വാല്യൂസും കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് -1/√3 ആണ്. ഓക്കെ, 1/√3 ഉണ്ടോ നോക്കാം. ഉണ്ട്, ചെയ്യാം. ബാക്കി ചെയ്യാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആംഗിൾ, രണ്ടാമത്തെ ആംഗിൾ നമുക്ക് മനസ്സിലായി 60 ആണ് ആംഗിൾ. ഓക്കെ, 60 ആണ് ആംഗിൾ. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5/, എത്ര കൊടുക്കും? 6 കൊടുക്കും. അപ്പോൾ ഇപ്പുറത്ത് എത്ര കൊടുക്കും? നേരെ തിരിച്ചത് 3 കൊടുക്കും. ഓക്കെ, ഇങ്ങനെ കിട്ടി. അപ്പോൾ കോട്ട് ഇത് എഴുതാം. കോട്ട് കുറച്ച് വലുപ്പത്തിൽ എഴുതാം അല്ലേ? കോട്ട് 60 ഡിഗ്രി, അതായത് 5/3 ആണ് നമുക്ക് 1/√3 വാല്യൂ വരുന്നത് അല്ലേ? 1/√3 വരുന്നത് 60 വരുമ്പോഴാണ്. ഓക്കെ, നമുക്കിവിടെ മൈനസ് വേണം അല്ലേ? അപ്പോൾ രണ്ടറ്റത്തും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. മൈനസ് കൊണ്ട് രണ്ടറ്റത്തും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. മൈനസ് ഇവിടെ കൊടുത്തു, മൈനസ് ഇവിടെ കൊടുത്തു. അപ്പോൾ ഓക്കെ, കോട്ടിനെ നോക്കാം. കോട്ടെന്ന് പറഞ്ഞാൽ ടാൻ്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടി
ടാൻ ആറ് സ്വഭാവമാണ് കാണിക്കുന്നത് സൈനിനോ ആദ്യത്തെ മര്യാദയുള്ളവരാണ്. പുറത്തിരിക്കുന്ന ആൾ ഉള്ളോട്ട് എടുത്തിട്ട് കൊടുക്കും അല്ലേ, ചെയ്യും. അപ്പൊ നോക്കാം. അപ്പൊ നമുക്ക് കിട്ടി കോട്ട് പുറമേയുള്ള മൈനസ് ഉള്ളോട്ട് വന്നു. -5/3 ഈക്വൽ ടു -1/√3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. കോട്ടിന്റെ ഉള്ളിൽ -5/3 ആംഗിൾ കൊടുക്കുമ്പോഴാണ് -1/√3 എന്നുള്ള വാല്യൂ വരുന്നത്. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നത്. കോസ് ഇൻവേഴ്സ് -1/√3 വായിക്കുന്നത് എങ്ങനെയായിരുന്നു? കോട്ടിന്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് -1/√3 ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് അവിടെ കൊണ്ട് എഴുതും -5/3. -5/3. ഉത്തരം വളരെ വളരെ തെറ്റാണ്. ആ ഉത്തരം ശരിയല്ല. അതെന്തുകൊണ്ടാണ് ശരിയല്ലാത്തത്? ഇതാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. അത് കാരണമാണ് ആ ഉത്തരം ശരിയല്ലാത്തത്. അത് പഠിച്ചാൽ മാത്രമേ ആ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഞാനത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് കാരണം എനിക്കത് മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ ഒരല്പം കൂടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താ നോക്കാം. സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ആറ് സൈന്, അതിനുശേഷം കോസ്, പിന്നെ ടാന്, അങ്ങനെ നമ്മൾ എഴുതും. ഇതേ ക്രമത്തിൽ തന്നെ എഴുതും. സൈനിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് വളരെ എളുപ്പമാണ്. സൈനിന്റെ -π/2 തുടങ്ങി π/2 വരെയുള്ള എല്ലാം ഇടും. മനസ്സിലായോ? മനസ്സിലായതിൽ സാരമില്ല, അവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പം കോസിന്റെ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 തുടങ്ങി π വരെ, 0 πയും ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഏത് വന്നാലും കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അടുത്ത ടാൻ്റെ എപ്പോഴും ആരുടെ സ്വഭാവം തന്നെയാണ്, സൈൻ്റെ സ്വഭാവം തന്നെ. മിക്കപ്പോഴും ടാൻ സൈൻ്റെ ഒരു രൂപം തന്നെ സാദൃശ്യം കാണിക്കും. അപ്പൊ ടാൻ ഇവിടെ -π/2 തുടങ്ങി +π/2 വരെയുള്ള ഏത് വാല്യൂസും ടാൻ ഇൻവേഴ്സിന്റെ വാല്യൂ ആയിട്ട് കൊടുക്കാം, അതും കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് സൈനിനെ തിരിച്ചിട്ടുള്ള കൊസീക്കിന്റെ റേഞ്ചാണ്. ഓക്കെ, കൊസീക്കിന്റെ റേഞ്ച് വളരെ എളുപ്പമാണ്. സൈൻ്റെ റേഞ്ച് അറിയാമെങ്കിൽ കൊസീക്കിന്റെ റേഞ്ച് അത് തന്നെയാണ്. സൈൻ്റെ റേഞ്ച് എന്താണ്? -π/2 π/2 -1 മുതൽ +90 വരെ. ഓക്കെ, അപ്പോൾ കൊടുക്കുക -π/2 മുതൽ π/2 വരെ. ഓക്കെ, കൊടുത്തു. പക്ഷെ ഇത് നിനക്ക് ചെറിയ പ്രശ്നമുണ്ട്. ഒരാളെ മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കണം. ഈ റേഞ്ചിന്റെ ഉള്ളിലുള്ള ഒരൊറ്റ ആംഗിളിനെ മാത്രം എടുക്കാൻ പറ്റില്ല. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിന് നടുവിൽ നിൽക്കുന്ന ഒരാംഗിൾ മാത്രം എടുക്കാൻ പാടില്ല. ഓക്കെ, നോക്കാം അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് വളരെ എളുപ്പമാണ്. അതിനാദ്യം നിങ്ങൾ ക്വാഡ്രന്റ് വരയ്ക്കുക. ഇവിടെ വരയ്ക്കണം. ഓക്കെ, ക്വാഡ്രന്റ് വരയ്ക്കുക. അപ്പൊ ആംഗിൾസ് രേഖപ്പെടുത്തുക. ആന്റി ക്ലോക്ക് വൈസിന് പോസിറ്റീവ് ആയിട്ടുള്ള ആംഗിൾ 0 ഡിഗ്രി, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 90 ഡിഗ്രി, 180 ഡിഗ്രി എന്നാണ് രേഖപ്പെടുത്തുക. ഇനി ക്ലോക്ക് വൈസിൽ നെഗറ്റീവ് ആംഗിൾ -90 ഡിഗ്രി, അങ്ങനെ രേഖപ്പെടുത്തുക. ഓർത്തേക്ക് ഇപ്പൊ റേഞ്ച് നമ്മൾ എഴുതി -π/2 π/2, അതായത് -90 മുതൽ 90 വരെ. അതിനിടയിലുള്ള സെന്ററിലുള്ള ആംഗിൾ ആയിട്ടാണ് 0 ഡിഗ്രി. അപ്പൊ ആ 0 ഡിഗ്രീനെ മാത്രം ഉൾപ്പെടുത്താൻ പാടില്ല. മനസ്സിലായോ? ഇനി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. കോസിനെ തലതിരിച്ചിട്ടുന്ന ആരാണ്? കോസിന്റെ റെസിപ്രോക്കൽ സീക്കാണ്. സീക്കിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ കോസിന്റെ അതേ റേഞ്ചിന് കൊടുക്കാം. 0 മുതൽ π വരെയുള്ള ആംഗിൾ, 0 മുതൽ π വരെയുള്ള ആംഗിൾ അല്ലേ കൊടുക്കുക. അതിന്റെ സെന്ററിലുള്ള ഒരാളെ മാത്രം ഒഴിവാക്കണം. തോട്ടത്തിന്റെ നടുവിലുള്ള ഫലവൃക്ഷത്തെ മാത്രം ഒഴിവാക്കണം. ആ നടുവിൽ നിൽക്കുന്ന ആരാണ്? 90. 0ക്കും 180ക്കും നടുവിലുള്ളത് 90 അല്ലേ. അപ്പൊ π/2 മാത്രം അവിടെ ലെസ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ്? സീക്ക് ഇൻവേഴ്സ് ഏതോ ഒരു വാല്യൂ, എന്താ സീക്ക് ഇൻവേഴ്സ് എന്തോ ഒരു വാല്യൂ കൊടുത്തു. സീക്ക് ഇൻവേഴ്സ് ആയിട്ട് ഏതോ ഒരു വാല്യൂ കൊടുത്തു. അതിന്റെ ഉത്തരമായിട്ട് എഴുതുന്ന ആംഗിൾ, ഇവിടെ നമ്മൾ എഴുതുന്ന ആംഗിൾ അല്ലേ, ആ ആംഗിൾ എഴുതാൻ നേരത്ത് 0 മുതൽ π വരെയുള്ള ഏത് ആംഗിളും എഴുതാം. 0 മുതൽ π വരെയുള്ള ഏത് ആംഗിൾ വേണമെങ്കിലും എഴുതാം. പക്ഷെ 90 എന്ന ആംഗിൾ മാത്രം എഴുതരുത്. അതാണ് കണ്ടീഷൻ. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഞാൻ എഴുതാൻ പോകുന്നത്
ടാനിനെ തള്ളിച്ചിരുന്ന കോട്ടിന്റെ ആളാണ്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇടയ്ക്ക് ഒരു റീടേക്കിന് പോയത്. അതെനിക്ക് തെറ്റിപ്പോയി, അത് കാരണം ഞാൻ റീടേക്കിന് പോയത്. അപ്പൊ ടാനിനെ തിരിച്ചിരുന്ന കോട്ടിനെ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എന്നെ പോലും തെറ്റിച്ച സാധനമാണ്. ഞാൻ അത്ര വലിയ വീഡിയോന്നല്ല കേട്ടോ. അത് കോസിന്റെ അതേ റേഞ്ചാണ്. എന്ന് പറഞ്ഞാൽ കോട്ടിന്റെ റേഞ്ചും കോസിന്റെ റേഞ്ചും സെയിം ആണ്. 0ക്കും പൈക്കും ഇടയിലാണ്. ഓക്കെ, 0ക്കും പൈക്കും ഇടയിൽ. ഓക്കെ, ഇനി അത് നിങ്ങൾ പഠിച്ചു. ഇനി ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം ഒന്ന് നോക്കാം. നമുക്കിപ്പോൾ നിലവിൽ പ്രോബ്ലത്തിന്റെ ആൻസർ കിട്ടിയത് -π/3 ആണ് അല്ലെ. കോട്ടിന്റെ റേഞ്ചിൽ നമുക്ക് കിട്ടിയത് -π/3. കോട്ടിന്റെ റേഞ്ച് നോക്കാം, അത് കോസിന്റെ റേഞ്ച് സെയിം ആണ്. ആ 0ക്കും പൈക്കും ഇടയിലുള്ള എല്ലാ പോസിറ്റീവ് നമ്പേഴ്സ് ആണ് വരുന്നത്. പക്ഷെ ഇത് നോക്കിയാലോ നെഗറ്റീവ് ആണ്. മനസ്സിലായോ? പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ചിൽ ഈ ആംഗിൾ ഇല്ല. ഇത് ശരിക്കും ആംഗിൾ ആണ് നമ്മൾ എഴുതുന്നത്. കോട്ടിന്റെ ഉള്ളിൽ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് -1/√3 കിട്ടുന്നത്. അപ്പൊ ഇവിടെ എഴുതുന്നത് നമ്മൾ ആംഗിൾ ആണ് എഴുതുന്നത്, -π/3 എന്നുള്ള. ആ ആംഗിൾ ഈ റേഞ്ചിലില്ല. ഈ 0ക്കും പൈക്കും ഇടയിലുള്ള ആ റേഞ്ചിലില്ല. 0ക്കും പൈക്കും ഇടയിലുള്ള പോസിറ്റീവ് ആംഗിൾസേ ഉള്ളൂ. ഈ -π/3 എന്ന് പറഞ്ഞാൽ -60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആംഗിൾ ഇല്ല. അപ്പൊ അതിനെ മാറ്റണം. അത് കാരണമാണ് അത് പ്രിൻസിപ്പൽ റേഞ്ചിൽ ഇല്ലാത്തത്. അത് ആൻസർ തെറ്റായി മാറുന്നത് കാരണം ഇതാണ്. അപ്പൊ ഇനി നോക്കുക, ഇനി എങ്ങനെ അതിനെ മാറ്റാം. ഇത്തരം ക്വസ്റ്റ്യനുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതിനെ ചെയ്താൽ മതി. വേറെ പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിൽ വരുന്ന ഒരു ആംഗിളിലേക്ക് നമുക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. അപ്പൊ നമുക്കറിയാം π/3, അതായത് കോട്ടിന്റെ ഉള്ളിൽ 60 ആംഗിൾ കൊടുക്കുമ്പോഴാണ് 1/√3 എന്ന് പറഞ്ഞ ആൻസർ വരുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് -1/√3 ആണ്. -1 രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ള -1 ഈ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ഒന്നും ആലോചിക്കണ്ട, തിരിച്ചിങ്ങോട്ട് ചോദിക്കുക ചെയ്യണ്ട. കോട്ട് π-π/3 തന്നെ എഴുതുക. π-π/3 എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അത് ഇപ്രാവശ്യം സെയിം തന്നെയായിരിക്കും, -1/√3. ഇവിടെ എന്തുകൊണ്ട് π-π/3 ചെയ്തതായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, π-π/3 ഏത് ക്വാർട്ടറിലാണ് വരുന്നതെന്ന് അറിയുമോ? π-π/3 കാണിച്ചത് ഇത് 0, ഇത് π/2, 90, ഇത് പൈയിൽ നിന്ന് ഒരാംഗിൾ കുറച്ചു, സെക്കൻഡ് ക്വാർട്ടറിൽ വരും. സെക്കൻഡ് ക്വാർട്ടറിൽ സൈനും സൈൻ ഇൻവേഴ്സും ആണ് പോസിറ്റീവ്. അവിടെ കോട്ടും ടാനും ഒക്കെ നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് π/3 എന്നുള്ളത് വന്നോളൂ. അപ്പൊ വാല്യൂന് മാറ്റം വരില്ല. അത് കാരണമാണ് π-π/3 എന്ന് കൊടുത്തത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് ജസ്റ്റ് പൈയിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യും. അപ്പൊ -cot π/3 പകരം നമ്മൾ എന്ത് ചെയ്യും? ഇത് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കേണ്ട ഒരു സാധനം കേട്ടോ. ഇതേപോലത്തെ കോട്ട് π+π/3 വന്നാലും π-π/3 വന്നാലും എങ്ങനെ ആൻസർ ചെയ്യും? അതേപോലെ 90 ആയിട്ട് ആഡ് ചെയ്താൽ ലെസ് ചെയ്താൽ എങ്ങനെ വരുന്നത്? അത് ഞാൻ വേറൊരു വീഡിയോക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു? അത് π-π/3 എന്ന് എഴുതി കൊടുത്തു. ഇനി π-π/3 വാല്യൂ കണ്ടുപിടിക്കുക. അതായത് -cot π/3 തുല്യമാണ് cot π-π/3. ഓക്കെ, ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. പൈയിൽ നിന്ന് π/3 കുറച്ചാൽ എത്ര വരും? 3 × π, 3π, -1 × π, 1π. 3πയിൽ നിന്ന് π കുറച്ചാൽ എത്ര വരും? 2π, ഹോൾ ഡിവൈഡ് ബൈ 1 × 3, 3. ഓക്കെ, അപ്പൊ കോട്ട് 2πയിൽ നിന്ന് π പോയി കഴിഞ്ഞാൽ, അല്ല 3πയിൽ നിന്ന് π പോയി കഴിഞ്ഞാൽ 2π ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെ ഒരു ആംഗിളിനായിരിക്കും -1/√3 എന്ന വാല്യൂ കിട്ടുക. അപ്പോൾ നമുക്ക് ആംഗിൾ കിട്ടി. കോട്ടിന്റെ ഉള്ളിൽ 2π/3 എന്ന് പറഞ്ഞ ആംഗിൾ കൊടുക്കുന്ന സമയത്തും -1/√3 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പോൾ കോട്ടിന്റെ ഉള്ളിൽ -π/3 എന്ന് പറഞ്ഞ ആംഗിൾ കൊടുത്തപ്പോഴും -1/√3 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. കോട്ടിന്റെ ഉള്ളിൽ 2π/3 എന്ന് പറഞ്ഞ ആംഗിൾ കൊടുക്കുമ്പോഴും -1/√3 എന്നുള്ള ആൻസർ കിട്ടും. ഇനി ഈ 2π/3യുടെ വാല്യൂ നോക്കാം. π/3യുടെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് അറിയാം? π/3 വന്നാൽ 60 ആയിരിക്കും. 60നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 120 ആണ് ആംഗിൾ. 120 ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിവിടെ 90, ഇവിടെ ആയിരിക്കും ആംഗിൾ ഉണ്ടാകുക അല്ലേ? ഏകദേശം ഈ ഭാഗത്തായിരിക്കും ഈ 120 എന്നുള്ള ആംഗിൾ ഉണ്ടാകുക. 120നെ എഴുതുന്ന വേറെ രീതി കേട്ടോ. ഈ 2π/3 റേഡിയൽ എഴുതിയാൽ അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതാണ് ആംഗിൾ. ഇനി ഈ കോട്ടിന്റെ റേഞ്ചിലുള്ളത് വരുമോ നോക്കാം. കോട്ടിന്റെ റേഞ്ച് 0ക്കും പൈക്കും ഇടയിൽ, ശരിയല്ലേ? 120 0ക്കും പൈക്കും ഇടയിലാണുള്ളത്. അപ്പോൾ ഈ ആംഗിൾ വരും. അപ്പൊ ധൈര്യമായിട്ട് നമുക്കത് എഴുതാം. അപ്പോൾ നമ്മളിവിടെ -π/3 എഴുതുന്നതിന് പകരം നമ്മൾ അവിടെ ആരെ എഴുതി കൊടുക്കും? 2π/3 എന്നുള്ളതിനെ എഴുതി കൊടുക്കും. 2π/3
എന്നതായിരിക്കും നമ്മുടെ ആംഗിൾ. അത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിൽ വരുന്നതായിരിക്കും. ഇനി പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ധാരാളം സോൾവ് ചെയ്യുക. അപ്പൊ ആദ്യം കാണിച്ച ക്വസ്റ്റ്യൻ ഒക്കെ വളരെ നിങ്ങൾ ജസ്റ്റ് ചാപ്റ്ററിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി അങ്ങോട്ടേക്കുള്ള കൂടുതലും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിലാണോ വരുന്നതെന്ന് ചെക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് അത്തരം ക്വസ്റ്റ്യനുകൾ നോക്കാം. എളുപ്പമാണ്. അപ്പോൾ ഓക്കെ, സയൻസ് വേൾഡിന്റെ അടുത്ത സെഷനിൽ കാണാം. ഓക്കെ.